ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് സെൽഫ് ചെക്കപ്പ്, അതായത് സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വൈബ്രേഷൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫ്രണ്ട് ഒരു ചാട്ടം പോലെ ഒരു കംപ്ലൈൻറ്റ് പോലെ പറഞ്ഞാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് പിടിച്ചാലും ബ്രേക്ക് റിട്ടേൺ പോകാത്തൊരു കണ്ടീഷൻ, മൈലേജ് ഷോട്ട്, പെട്രോളിൻ്റെ സ്മെല്ല്, അതായത് പെട്രോൾ ലീക്കായിട്ട് മണം വരുന്ന പോലൊരു കംപ്ലൈൻറ്റാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി സെൽഫിൻ്റെ പ്രോബ്ലം ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു വെട്ടൽ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു ചാട്ടം കാണിക്കുന്നുണ്ട്. വെട്ടൽ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ്. അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയർ മാറ്റേണ്ട സമയത്ത്, ഇപ്പോൾ ഇത് കുറേ കൂടി ഓടിക്കഴിഞ്ഞാൽ ബാക്ക് ടയർ മാറ്റേണ്ടി വരും. ആ മാറ്റുമ്പോൾ ഫ്രണ്ടിലത്തെ റിമ്മ് ആ സെറ്റപ്പാടി അഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിട്ടാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആ വെട്ടൽ അങ്ങനെ മാറിക്കോളും. പക്ഷേ ചാട്ടം വരുന്നത് ഹബ്ബുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പറയാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാനാണ്. ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. ആ ലൈനറിന് എല്ലാ ഭാഗമൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നൊന്നുമില്ല, ഈ സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റിയിടുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റിയിടണം. കാരണം കേബിൾ ടൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് റിട്ടേൺ കറക്റ്റായിട്ട് പോകാത്തതിൻ്റെ റീസൺ. അപ്പോൾ ബ്രേക്ക് ലൈനർ കേബിൾ മാറ്റിയിടാം. ലൈനർ മാറ്റാൻ പറഞ്ഞാൽ തീരെ ഫുള്ളായൊരവസ്ഥയിൽ തീർന്നു പോയിട്ടല്ല, ഓൾറെഡി ലൈനർ ഹബ്ബിനകത്ത് ചെറിയ ഭാഗങ്ങൾ പിടിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ കിടന്ന് ഓടുന്തോറും നമ്മുടെ ഈ ഹബ്ബിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈനർ മാറ്റി കമ്പനി ലൈനർ ഇടാൻ പറയുന്നതിൻ്റെ റീസൺ. കാരണം ഇതിപ്പോൾ കിടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുള്ളൂ. ആ ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാലും മതി. അപ്പോൾ ഐറ്റം മാറ്റി കമ്പനി ഐറ്റത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിംഗ് കംഫർട്ടായിട്ട് കിട്ടും, ആ തേയ്മാനം കാര്യങ്ങൾ കറക്റ്റായിട്ട് പൊക്കും. പിന്നെ ഈ കേബിൾ മാറ്റിയിട്ടാലാണ് ആ റിട്ടേൺ പോണ കംപ്ലൈൻറ്റ്. നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിട്ടേൺ പോകാത്തൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് റെഡി ആവണമെങ്കിൽ അത് ക്ലിയർ ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ടിലത്തെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ചാട്ടം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ലിങ്ക് ബുഷൊക്കെ നമ്മൾ അഴിച്ച് ചെക്കുന്നുണ്ട്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ബുഷിൻ്റെ കേസും ഓക്കെയാണ്. നിലവിൽ ഹബ്ബുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിനകത്ത് നോക്കുമ്പോൾ ഹബ്ബിനകത്ത് ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു പിടുത്തം പോലെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും ഇതേപോലെ ചാട്ടം പോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹബ്ബൊന്ന് ലൈറ്റി കൊടുത്ത് ഒന്ന് കറക്റ്റ് ലെവലിലൊന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ റിമ്മ് ഈ സൈഡൊക്കെ ഫുള്ള് തുരുമ്പിട്ട് പോയിട്ട് ഇതിക്ക് ട്യൂബൊക്കെയാണ് ഈ കാണണം കേട്ടോ. അപ്പോൾ റിമ്മൊക്കെ ഇടയ്ക്ക് മാറ്റേണ്ട, നമുക്ക് ടയറൊക്കെ മാറ്റുന്ന സമയത്ത് റിമ്മ് മാറ്റുന്നേഴ്സ് ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവും. പിന്നെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറയുന്നത് ഓൾറെഡി ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. കാഴ്ചയിലൊരു പുതുമയൊക്കെ ഉണ്ട്, അതായത് ഏതാ മോഡൽ എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാറ്ററി നമുക്ക് ചാർജ് ആവശ്യം വരും. അപ്പോൾ ചാർജ് എടുക്കേണ്ട സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് 8.5 വോൾട്ടിൽ താഴേക്ക് പോകാൻ പാടില്ല. 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ലോഡ് എടുക്കില്ല, ഡൗൺ ആയി പോകും. അപ്പോൾ ഞാൻ ഈ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ലോഡ് എടുക്കുന്നുണ്ട് അതിനെ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വിടാണ്, ഒന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്തുണ്ടോ 5 വോൾട്ടിലേക്കൊക്കെ വരാം. അപ്പോൾ നമുക്ക് അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ സെൽഫ് എടുക്കില്ല, സെൽഫിൻ്റെ പ്രശ്നം കാണിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് ഓൾറെഡി സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ഉള്ളത് പെട്രോൾ സ്മെല്ലുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ്. പെട്രോൾ സ്മെല്ലിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒന്നുപോലെ ഓവർഫ്ലോൻ്റെ പ്രശ്നമായിട്ട് വരണം, അതല്ലെങ്കിൽ ഇവിടെ പെട്രോൾ പൈപ്പൊക്കെ പൊട്ടി കാർബറേറ്ററിലേക്ക് കണക്ഷൻ ചെയ്ത പെട്രോൾ പൈപ്പിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണെങ്കിലാണ് ശരിക്കും ആ പെട്രോൾ പുറത്ത് വരുമ്പോഴാണ് നമുക്ക് ലീക്കേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പെട്രോൾ ടാപ്പിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇവിടുത്തെ കാർബറേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെയുള്ളത് കാർബറേറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയായിരിക്കും. നമുക്കിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ നമുക്ക് അത്ര ഗുണകരമായിട്ടുള്ള പെട്രോൾ അല്ല കിട്ടണേ. അതായത് ഒട്ടുമിക്ക വണ്ടികളിലും കാർബറേറ്ററും മോഡൽ വണ്ടികളൊക്കെ തന്നെ കംപ്ലയിൻറ്റിലേക്ക് വന്നതിൻ്റെ മെയിൻ റീസൺ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്തേക്കാം. അതായത് നമ്മൾ 1 ലിറ്റർ പെട്രോൾ മേടിച്ച് 800 മില്ലി മാത്രമേ പെട്രോളുള്ളൂ, 200 മില്ലി നമുക്ക് എത്തനോളാണ്. അത് കാർബറേറ്ററിൽ കിടക്കും തോറും കംപ്ലയിൻറ്റ്സ് കൂടുതലായിരിക്കും. അതില്ലാത്ത പെട്രോൾ ഇപ്പോൾ നിലവിൽ മേടിക്കാനും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാർബറേറ്റർ അയക്കണ കേസ് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ട് പറയുന്നതിൻ്റെ കേസ്. കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് വലിയൊരു ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ അത് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കാർബറേറ്റർ അഴിക്കേണ്ടതായിട്ട് വരും. അഴിച്ചാൽ നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ചില കേസിൽ പെട്രോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിലും പിന്നീട് അങ്ങടേക്ക് ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും. പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരും, കാർബറേറ്റർ മാറ്റേണ്ടതായിട്ട് വരും.
അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത് ചോദിക്കണതിൻ്റെ കേസ്. ചെയ്യണോ അതല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ട്യൂൺ ചെയ്ത് റെഡിയാക്കിയാൽ മതിയോ എന്നൊക്കെ ചോദിക്കണതിൻ്റെ കാരണം അതാണ്. കാരണം ചില കേസിൽ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, ഈ ഒരു കണ്ടീഷനിലായിരിക്കും. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലായിട്ട് കംപ്ലയിൻറ്റിലേക്ക് വന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഭാഗം ദ്രവിച്ചിരിക്കുകയായിരിക്കും, ആ ഫ്ലോട്ട് വാൽവ് ഒന്ന് അടയണ ഭാഗം. അപ്പോൾ അത് അങ്ങനെ അത് വീണ്ടും കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ റീസെറ്റ് പഴയ മോഡലിലേക്ക് സെറ്റ് ആവില്ല, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ കാർബറേറ്റർ മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അത് ചെയ്യുന്ന വർക്കിൻ്റെ പ്രോബ്ലം അല്ല, കാർബറേറ്റർ ഈ പെട്രോൾ കിടന്നിട്ട് കാർബറേറ്ററിന് വരുത്തുന്ന കേടുപാടുകളുടെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെ പ്രശ്നമാണത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത് ചോദിക്കണതിൻ്റെ കേസ്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ട്യൂൺ ചെയ്ത് നോക്കി ക്ലിയർ ആണോ എന്ന് നോക്കാം. എന്നിട്ട് മൈലേജിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ പെർമിഷൻ തരാണെങ്കിൽ നമ്മളത് അഴിച്ച് നോക്കാം, ക്ലീൻ ചെയ്യാം, റീസെറ്റ് ആക്കാം. പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കാർബറേറ്റർ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് മാത്രമേ നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ പ്രോബ്ലം നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കതൊരു 10,000-3000 രൂപ വില വന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് പറയാം എന്താ ചെയ്യേണ്ടത്. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും. കംപ്ലയിൻറ്റ് 100% ഓവർഫ്ലോ വരും എന്നല്ല പറയണേ, വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞങ്ങൾക്ക് പല കേസുകളിലും അങ്ങനെ പറ്റിയേക്കണത് കൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത് പറയണതിൻ്റെ കേസ്. അപ്പോൾ നിലവിൽ ബാക്കിയത്തെ വർക്ക് ഉൾപ്പെടുത്തി ഞാനെൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അതിനകത്ത് ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ആ ഹബിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ഉപയോഗിച്ച് നോക്കാം, സെറ്റ് ചെയ്ത് നോക്കട്ടെ. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ലെയ്ത്തിലൊന്ന് കൊടുത്ത് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ ഇതിനകത്ത് ഇടണേ. നമുക്ക് ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ അതിനകത്ത് കുറഞ്ഞോളും. ഇനി ചെയ്യേണ്ടി വന്നാൽ പിന്നെ രണ്ടാമത് അഡീഷണൽ എസ്റ്റിമേറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.